ചൂടധികം പറ്റത്തില്ല. വിശാഖയും അമ്മയോടാണ് ഡോഗ്സിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്? അമ്മയാണ് കൂടുതൽ നോക്കുന്നല്ലേ? ശരി ശരി. കുറച്ച് കഴിയുമ്പോ തന്നെ ഇങ്ങനെ കിടക്കും. തണുപ്പത്ത് കിടക്കാൻ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തണുപ്പാണ്. വെള്ളമൊക്കെ അവിടെ അടിച്ചു നിന്ന വെള്ളത്തിൽ തല മുക്കി വരെ കിടക്കുമല്ലേ. ചൂട് വലിയ താങ്ങാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഡോഗാണ്. അപ്പൊ നമ്മൾ കഴിയുന്നത് കൂട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാനോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 3 വർഷമായിട്ട് ബുള്ളീസിനെ വളർത്തുന്നുണ്ട്. ഏത് ടൈപ്പാണ് നമ്മുടെ ഉള്ളത്? ഇതിലുള്ളത് മൈക്രോ ടൈപ്പ്. ഇത് സ്റ്റാൻസാറിന്റെ ഡോഗാണ്. നമ്മുടെ സുനാമി. ഓക്കെ. പിന്നെ ഹാപ്പി, ഇതും സ്റ്റാൻലി സാറിന്റെ ഉള്ള മസ്താഖിന്റെ ഡോട്ടറാണ്. പിന്നെ നമ്മുടെ മെയിൽ ഡോഗ്. ഇവനെ പഞ്ചാബിന്ന് കൊണ്ടുവന്ന. പഞ്ചാബ്. എത്ര വയസ്സാണ്? ഇവനിപ്പോ 2 വയസ്സ്. പേര് ഇവന്റെ ഒറേഡോ. ഇവന്റെ കളറാണ് പ്രത്യേകത അല്ലെ? കളറിനാണ് ഇവന്റെ പ്രത്യേകത. എന്ത് ട്രൈ കളറോ? മെർലി കളറാണ്. നമുക്ക് ബുള്ളീസ് കോമൺ ആയിട്ട് കളേഴ്സ് കോമൺ ആയിട്ട് വരുന്നത് സിംഗിൾ കളറുകളാണ് കൂടുതൽ വരുന്നത്. അതേമാതിരി ബ്ലൂ, ബ്ലാക്ക്, ബ്രൗണ്, ലൈലാക്ക്, അങ്ങനെ ഫോണ് അത്യാവശ്യം എല്ലാ കളർ വന്നിട്ടുണ്ട്. പിന്നെ റയർ ആയിട്ട് വരുന്നതാണ് മെർലി കളർ അല്ലേ? പിന്നെ എക്സോട്ടിക് ടൈപ്പ്. എക്സോട്ടിക് ബുള്ളി അല്ലേ? എക്സോട്ടിക് ബുള്ളി എന്ന് പറയുന്ന രീതിയിൽ ഒരു ബുള്ളികളോട് ഇഷ്ടം വരാനുള്ള കാര്യം? ബുള്ളികളോടുള്ള ഇഷ്ടം സ്റ്റാലിൻ സാറിന്റെ ഒരു വീഡിയോ കാണാനായിട്ടൊരു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അഗ്രസീവ് അല്ല അവര്, എല്ലാവർക്കും കൊണ്ടു നടക്കാം. പിന്നെ എന്റെ അമ്മയാണ് ഇതിനെ എല്ലാത്തിനും നോക്കുന്നത്. ചേട്ടൻ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ പോയിട്ടില്ല. പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് നമ്മുടെ പുള്ളിക്കാരന്റെ സ്ഥലം എവിടെ? അവന്റെ വീട് കോഴിക്കോടാണ്. പുള്ളിക്കാരൻ ഡോഗ്സ് ഉള്ളതാണോ? ഏത് പുള്ളി തന്നെയുണ്ടല്ലേ? ഏറ്റവും സുഖമാണ് വളർത്താനായിട്ട്. നമുക്ക് വീടിനകത്തിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു കമ്പാനിയൻ ആയിട്ട്. അതെ. ഇവിടെ കൂടുതലും വീടിന്റെ അകത്താണ്. ഇവിടെ തന്നെ അവള് പ്രത്യേകിച്ച് സുനാമി വീടിന്റെ അകത്താണ്. ആദ്യമൊക്കെ അവര് അമ്മയുടെ പാല് കുടിച്ചിരുന്നു. പിന്നെ ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് പാല് കൊടുക്കല് നിർത്തി. ഡ്രൈ ഫുഡ് പൊടിച്ചു കൊടുക്കും. ഡ്രൈ ഫുഡ് മിക്സ് ചെയ്ത് കൊടുക്കും. എത്ര നേരം ഇപ്പൊ കൊടുക്കുന്നത് ഫുഡ്? ഇവർക്ക് 5 നേരം. നമുക്ക് ഈ ഡോഗ്സിനെ വളർത്തിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട്, അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിന് സമയം ചെലവഴിക്കാൻ പറ്റുന്നവർ മാത്രം. പിന്നെ ഒരു അഗ്രസീവ് ഡോഗ് അല്ല, ഒരു കമ്പാനിയൻ ഡോഗാണ്. പിന്നെ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് ഇത് സെർലാക്ക് ആയിരുന്നു കൊടുത്തിരുന്നത്. സെർലാക്ക് മാറ്റി ഇപ്പോ സ്റ്റാർട്ടർ കഴിഞ്ഞു. സ്റ്റാർട്ടർ അത് തുടർന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.